പന്തക്കുസ്താ പന്തക്കുസ്താ വരവായി പുതു പന്തക്കുസ്താ 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 നൽകണമേ പുതു പന്തക്കുസ്താ സ്വർഗം തുറന്നിടണമേ ആത്മനെ അയച്ചിടണമേ സ്വർഗം തുറന്നിടണമേ ആത്മനെ അയച്ചിടണമേ ആഹാർത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും പന്തക്കുസ്താ ആഹാർത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും പന്തക്കുസ്താ ആത്മാവേ റൂഹായേ നിറയണമേ എന്നിൽ നിറയണമേ ആത്മാവേ റൂഹായേ നിറയണമേ എന്നിൽ നിറയണമേ അഗ്നിയായി തീനാവായി നിറയണമേ എന്നിൽ നിറയണമേ അഗ്നിയായി തീനാവായി നിറയണമേ എന്നിൽ നിറയണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പന്തക്കുസ്താ തിരുനാളിന് ഒരുക്കമായി ഷെക്കേന ചാനലിലൂടെ ദൈവമായ കർത്താവ് തൻ്റെ മക്കളായി നമുക്കായി ഒരുക്കിയിരിക്കുന്ന കം ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവെ വരണമേ എന്നുള്ള ധ്യാന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ നമുക്ക് നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങേ മക്കളായി ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ പുണ്യദിനങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനും പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെടുവാനും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഫലങ്ങളാൽ നിറയപ്പെടുവാനും അവിടുത്തെ മക്കളെ അനുഗ്രഹിക്കുന്നതിനോർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ മക്കളായി ഞങ്ങളെ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും അവരുടെ വേദനകളോടും രോഗപീഠകളോടും ദുഃഖഭാരങ്ങളോടും സഹനങ്ങളോടും തകർച്ചകളോടും കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിന് അത്ഭുത ശക്തിയാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ നിറവിനാൽ വലിയ സമാധാനത്തിലേക്കും സൗഖ്യത്തിലേക്കും സന്തോഷത്തിലേക്കും അഭിഷേകത്തിലേക്കും നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, സകല രക്തസാക്ഷികളെ, ശ്ലീഹന്മാരെ, വിശുദ്ധരെ, സ്വർഗനിവാസികളെ, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവിൻ്റെ കൽപ്പനയനുസരിച്ച് ശ്ലീഹന്മാർ പരിശുദ്ധ അമ്മയോടും 120ഓളം വരുന്ന സഹോദരന്മാരോടുമൊപ്പം വലിയ ഐക്യത്തോടെ ഏക മനസ്സോടെ യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനു വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിച്ച് ദാഹത്തോടെ കാത്തിരുന്ന പുണ്യദിനങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതാ നമ്മളും പന്തക്കുസ്താ തിരുനാളിനായിട്ട് ഒരുങ്ങുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാനും പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെടുവാനും ഉള്ള വലിയ ദാഹത്തോടെ വലിയ തീഷ്ണതയോടെ നമുക്ക് നമ്മെ തന്നെ ദൈവ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവെ നിൻ്റെ ദാസൻ എന്നും ഇതാ കർത്താവെ നിൻ്റെ ദാസി എന്നും നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സമയമായിരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രൈസ്തവ ജീവിതം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടേണ്ട ജീവിതമാണ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടേണ്ട ജീവിതമാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവമക്കളുടെ ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. അതിനാൽ തന്നെ നമ്മളെല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട വലിയ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ, സഭ, പൗരോഹിത്യം, ജോലി, ബിസിനസ്, ദാമ്പത്യം, വിവാഹം, എല്ലാം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുവാനായിട്ട് നമ്മളെല്ലാവരും അതുപോലെ ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കണം. ഈശോ ഒത്തിരിയേറെ ആഗ്രഹിച്ച ഒരു കാര്യമാണ് തൻ്റെ മക്കൾ, തൻ്റെ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറയണമെന്ന്. ഈശോയുടെ വലിയ ആഗ്രഹം സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ അത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ദൈവാത്മാവിനാൽ നിറയപ്പെടുവാൻ അതിയായിട്ട് ആഗ്രഹിച്ച് ഈശോയുടെ മനസ്സറിഞ്ഞ് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം മറ്റൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ
35 വചനം. പരിശുദ്ധ അമ്മ മാലാഖയോട് ചോദിക്കുന്നുണ്ട്, ഒരു വലിയ വചനം മാലാഖ ദൈവത്തിൻ്റെ വചനം പറയുക, നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും. നമുക്കറിയാം ആ സമയത്ത് ഈ വചനം എങ്ങനെ സംഭവിക്കും എന്ന് പരിശുദ്ധ അമ്മ ചോദിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ മനസ്സാണ്. ദൈവത്തിൻ്റെ വചനം മാംസം ധരിക്കേണ്ട ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. അപ്പോൾ ചിലപ്പോഴേക്കും നമ്മൾ ചിന്തിക്കും, ആലോചിക്കും, ഇതെങ്ങനെ സംഭവിക്കും? അവിടെ മാലാഖ പറഞ്ഞ കാര്യമുണ്ട്. എന്താണ് മക്കളെ? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അപ്പോൾ ഈ വചനം അസാധ്യമെന്ന് ലോകം പറയുന്ന, അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കുന്നില്ലെന്ന് ശാസ്ത്രം പറയുന്ന, ഈ കാര്യം സംഭവിക്കത്തില്ലെന്ന് മനുഷ്യൻ പറയുന്ന ഒരു കാര്യം, കന്യക പുരുഷനെ അറിയാതെ ഗർഭം ധരിക്കുക, ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതും ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതുമായൊരു കാര്യമാണ്. അത് സംഭവിക്കും എപ്പോൾ? പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ. ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഇപ്പോൾ വിവാഹ ജീവിതം ഭയങ്കര പ്രശ്ന, എന്നും വഴക്ക്, എന്നും ഒച്ചപ്പാട്, ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ ആകപ്പാടെ പ്രശ്നം നോർത്തോ, ആ സമയത്ത് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്താണ് വചനം? ഇനിമേൽ നിങ്ങൾ 2 അല്ല, ഒറ്റ ശരീരം ആകുന്നു. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് വചനം ദൈവം പറഞ്ഞിട്ടുണ്ട്. ആ വചനം സംഭവിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒറ്റ കാര്യമുള്ളൂ, പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ, അത്യുന്നത ശക്തിയെ ഞങ്ങളിൽ വന്ന് ആവസിക്കണമേ എന്ന് ഒരുമിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളോ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ വന്ന് നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ഒരു ഡൈവോഴ്സ് ഒരു ജീവിതത്തിൽ സംഭവിക്കത്തില്ലെന്ന് 100 വട്ടം ഉറപ്പ്. കാരണം അസാധ്യമെന്ന് മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ സാധ്യമാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ചില രോഗങ്ങൾ, വേദനകൾ വരുമ്പോൾ എങ്ങനെ സുഖപ്പെടും? ദൈവം പറഞ്ഞിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ ആ രോഗങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സൗഖ്യമാക്കപ്പെടും. എസെക്കിയേൽ 37 വരണ്ട അസ്ഥികളുടെ താഴ്വര എങ്ങനെ ജീവൻ പ്രാപിക്കും? ഉണങ്ങി വരണ്ട് കിരുകിരാ ശബ്ദം പുറപ്പെടുവിക്കത്തക്ക വിധം, അതുപോലെ യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത വിധം ഉണങ്ങിപ്പോയ ആ അസ്ഥികളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് നിറഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു മഹാസൈന്യം പോലെ ജീവൻ പ്രാപിച്ച് ആ താഴ്വര നിറയെ മനുഷ്യ മക്കൾ എഴുന്നേറ്റ് നിന്നു. ഇതാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സംഭവിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ സംഭവിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. വീണ്ടും ഈ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, അവൻ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യം തരും. ഈ കാലഘട്ടത്തിൽ ഈ പന്തക്കുസ്തായ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളെല്ലാവരും വലിയ ദാഹത്തോടുകൂടി പ്രാർത്ഥിക്കേണ്ട ഒരു മേഖലയാണ് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് മനുഷ്യ മക്കൾക്ക് നമുക്ക് ബോധ്യം ലഭിക്കണം. ഇന്ന് മനുഷ്യ മക്കൾക്ക്, ലോകത്തിന് നഷ്ടപ്പെട്ടു പോയ വലിയൊരു അഭിഷേകമാണ്. പാപബോധമില്ല, നീതിയെക്കുറിച്ചുള്ള ചിന്തയില്ല, അല്ലെങ്കിൽ അന്ത്യവിധിയെക്കുറിച്ച്, നിത്യജീവിതത്തെക്കുറിച്ച് ചിന്തയില്ല. ഈ ചിന്ത അല്ലെങ്കിൽ ഈ ന്യായവിധി, ഇതിനെക്കുറിച്ചുള്ള ബോധ്യം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ വലിയ ദാഹത്തോടെ പ്രാർത്ഥിച്ച് ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തന്ന് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ലോകത്തിലുള്ള പല ആക്രമണങ്ങൾ, പല പല പാപങ്ങൾ, തിന്മകൾ, മ്ലേച്ഛതകൾ, അശുദ്ധികൾ, ദൈവപ്രമാണത്തിൻ്റെ ലംഘനങ്ങൾ, ഇതെല്ലാം മാറിപ്പോവും പാപബോധം ഉണ്ടാകുമ്പോൾ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരണം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വചനം, അവൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, വചനങ്ങൾ അവൻ നിങ്ങളെ അനുസ്മരിപ്പിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും, വിശുദ്ധിയിൽ ജീവിക്കാൻ പഠിപ്പിക്കും, നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കും. ഓരോ സമയത്തും ദൈവത്തിൻ്റെ വചനത്തെ പരിശുദ്ധാത്മാവ് നമുക്ക് അനുസ്മരിപ്പിച്ച് തരുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും.
പരിശുദ്ധാത്മാവ് സഹായകനാണ്. പരിശുദ്ധാത്മാവ് നമ്മെ ഇതുപോലെ പഠിപ്പിച്ച് ഇതുപോലെ അനുസ്മരിപ്പിച്ച് നയിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് വഴിതെറ്റി പോകത്തില്ല. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കി, ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റും. ഇന്ന് പല ധ്യാനാനുഭവങ്ങളിലും ധ്യാനാവസരങ്ങളിലും പാപത്തിൻ്റെ പിടിപ്പെട്ടു പോയ മക്കൾ, അക്രമത്തിൻ്റെ പിടിപ്പെട്ടു പോയ മക്കൾ, തെറ്റായ സ്നേഹബന്ധത്തിൽ പെട്ടുപോയ മക്കൾ, മദ്യപാനത്തിൻ്റെ ലഹരിക്ക് അടിമപ്പെട്ടു പോയ മക്കൾ, അവിഹിത ബന്ധത്തിൽ ജീവിക്കുന്ന മക്കൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പുതിയ സൃഷ്ടികളായിട്ട് മാറിയ അനേകം അനുഭവങ്ങൾ ചരിത്രത്തിൽ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, നമ്മളും അനുഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതിൽ ഞാനും നീയും പെട്ടിരിക്കാം. സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനത്തിൽ സാവൂളിനെ അഭിഷേകം ചെയ്തുകൊണ്ട് സാമുവേൽ പ്രവാചകൻ പറഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നീ പോകുമ്പോൾ പ്രവാചകന്മാർ മലയിറങ്ങി വരുന്നത് നീ കാണും, അവർ പ്രവചിച്ചുകൊണ്ടിരിക്കും, നീ അവരോടൊപ്പം പ്രവചിക്കും. അങ്ങനെ പ്രവചിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ശക്തിയായിട്ട് ആവസിക്കും, നീ മറ്റൊരു മനുഷ്യനായിട്ട് മാറും, മറ്റൊരു മനുഷ്യനായിട്ട് മാറും. പരിശുദ്ധാത്മാവ് ശക്തിയായിട്ട് നിന്നിൽ ആവസിക്കുമ്പോൾ പ്രിയപ്പെട്ട സാവൂളെ നീ മറ്റൊരു മനുഷ്യനായിട്ട് മാറും. നമ്മൾ കാണുന്നുണ്ട്, അതിനുശേഷം അവന് ദൈവമായ കർത്താവ് ഒരു പുതിയ ഹൃദയം നൽകി. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ മറ്റൊരു മനുഷ്യനായിട്ട് മാറി, അഭിഷേകത്തിൽ നിറയപ്പെട്ടു, ശക്തിയിൽ നിറയപ്പെട്ടു. മാത്രമല്ല പുതിയ ഹൃദയം, പുതിയ സ്വഭാവം, പുതിയ അഭിഷേകത്തിൽ ഈ മകൻ മാറുകയാണ് പരിശുദ്ധാത്മാവ് അവനിൽ വന്ന് നിറഞ്ഞപ്പോൾ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ, ഓരോ കാര്യങ്ങളും നമ്മിൽ പ്രവർത്തിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടായേ മതിയാകൂ. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറഞ്ഞേ മതിയാകൂ. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിയന്ത്രിക്കപ്പെട്ടേ മതിയാകൂ. അതുകൊണ്ടാണ് ഈശോ എപ്പോഴും ആഗ്രഹിക്കുന്ന തൻ്റെ മക്കൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കണം. ഇനി ഈശോയുടെ വാക്കിൽ പറഞ്ഞാൽ ആഗ്രഹിച്ചാൽ പോല ദാഹിക്കണം. എന്താണ് മക്കൾ ദാഹിക്കുക എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ജലത്തിന് ഇത് എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ട് പാടില്ല. ആ ദാഹത്തിൻ്റെ തീവ്രത എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചവനെ അറിയാൻ പറ്റും. നമുക്കറിയാം, നമ്മുടെ ജീവിതം ഇപ്പോഴേക്ക് നല്ല അച്ഛനായി ജീവിക്കണോ, നിനക്ക് നല്ല ഭർത്താവാകണോ, നല്ല ഭാര്യ ആകണോ, നല്ല മകനാകണോ, നല്ല മകളാകണോ, നല്ലതായിട്ട് എന്തുമാകണോ, അതിന് നമുക്ക് പരിശുദ്ധാത്മാവിനെ കൂടിയേ തീരൂ. ഈ ഒരവസ്ഥ വരുമ്പോൾ നമ്മിൽ സ്വാഭാവികമായിട്ടും ഒരു വലിയ ദാഹം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37-38 തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ കർത്താവ് എഴുന്നേറ്റ് നിന്ന് അവിടെ കൂടിയിരുന്ന എല്ലാവരോടുമായിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അരികിൽ വന്ന് കുടിക്കട്ടെ. ഈശോ പറയുന്നുണ്ട്, അവനിത് പറഞ്ഞത് അവനിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ദാഹിക്കുന്ന മക്കൾക്ക് ഈശോ കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവാണ്. കാരണം മനുഷ്യൻ്റെ ഏത് ദാഹവും ശമിപ്പിക്കാൻ കഴിവുള്ളത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് മാത്രമേ അവൻ്റെ ദാഹം ശമിപ്പിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 55-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ദാഹാർത്തരേ. ആ വചനം കേട്ട മക്കളെ, ദാഹാർത്തരേ നിങ്ങൾ എൻ്റെ അരികിലേക്ക് വാ, വിലയൊന്നും കൂടാതെ വീഞ്ഞും പാലും വാങ്ങി നിങ്ങൾ പാനം ചെയ്യ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദാഹാർത്തർ നമുക്ക് വേണ്ട വലിയൊരു കാര്യമാണ്. ഈ പരിശുദ്ധാത്മാവ് നിറയപ്പെടാനും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാനും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാനുമുള്ള വലിയ ദാഹം വേണം, ദാഹത്തിൻ്റെ ആർത്തി വേണം. അതുകൊണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നുണ്ട്, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകണമെന്ന് ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ തന്നോട് ചോദിച്ച് നിലവിളിക്കുന്നവർക്ക് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് എത്രയോ അധികമായി തൻ്റെ ആത്മാവിനെ നൽകുകയില്ല. വിശക്കുന്ന മക്കൾക്ക്, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് പിതാവായ ദൈവം ഈശോ നൽകാൻ ആഗ്രഹിക്കുന്നത് തൻ്റെ ആത്മാവിനെയാണ്, പരിശുദ്ധാത്മാവിനെയാണ്.
ഇവിടെ 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 ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ പറയുന്നുണ്ട് കുടിക്കട്ടെ, പാനം ചെയ്യട്ടെ. പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട വലിയ അവസ്ഥയാണ് കുടിക്കുക, പാനം ചെയ്യുക. നമുക്കറിയാം, നമ്മൾ ഒരു പാനീയം കുടിക്കുമ്പോൾ, അതായത് ഒരു എനർജി ഡ്രിങ്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ലഹരിയുടെ ഒരു ഡ്രിങ്ക്, നമ്മൾ ഒരു ജലം കുടിക്കുമ്പോൾ ആ കുടിക്കുന്ന ആ ദ്രാവകം നമ്മുടെ ശരീരത്തിൽ ഒരു മാറ്റം വരുന്നു. അല്ലെങ്കിൽ ഒരു വിഷം കുടിക്കുന്നൊരവസ്ഥ. എന്താണ് കുടിക്കുന്നത്? അത് ശരീരത്തിൽ ഒരു മാറ്റം വരുത്തും. ഇതുപോലെ പരിശുദ്ധാത്മാവിനെ നമ്മൾ കുടിക്കണമെന്ന് പറയണത് അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മിൽ ലയിച്ച് നമ്മുടെ ശരീരത്തിൽ അലിഞ്ഞ് നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ ശക്തിപ്പെടുത്തുന്ന, നമ്മെ ഉണർത്തുന്ന, നമുക്ക് ജീവൻ നൽകുന്ന, നമുക്ക് വരദാന ഫലങ്ങൾ നിറച്ചു നൽകുന്ന വലിയ അഭിഷേകത്തിലേക്ക് കുടിക്കാൻ ചുമ തൊട്ടാൽ പോരാ, നോക്കിയാൽ പോരാ. പരിശുദ്ധാത്മാവിനെ ഇതുപോലെ ഒരു പാനീയം കുടിക്കുന്ന പോലെ, ഒരു ലഹരി പാനീയം കുടിക്കുന്ന പോലെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടണം. ഈ നിറയപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഈ കുടിച്ച അല്ലെങ്കിൽ സ്വീകരിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് നമ്മെ അതിശക്തമായിട്ട് നിയന്ത്രിക്കുന്ന, നയിക്കുന്ന അഭിഷേകത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കണം. നമുക്കറിയാം, നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. ഈശോ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുന്നു. ഈ പന്തക്കോസ്താ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അറിയേണ്ട, ക്രിസ്ത്യാനികളായ മക്കൾ അറിയേണ്ട കാര്യം, നമ്മിൽ എല്ലാവരിലും പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. എപ്പോൾ മുതൽ? മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നിമിഷം മുതൽ, ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറിയ നിമിഷം മുതൽ, ഈശോ പറഞ്ഞ പോലെ ഒരു വീണ്ടും ജനനം സംഭവിച്ച നിമിഷം മുതൽ നമ്മിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായിട്ട് കടന്നു വന്ന് നമ്മിൽ വാസം ഉറപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊക്കെ മാംസത്തിൽ നിന്ന് ജനിച്ച മാംസമായിരുന്നു, ജന്മപാപത്തോടെ ജനിച്ചവരായിരുന്നു. അതൊക്കെ നമുക്കറിയാം. ഈ അവസ്ഥയിൽ നിന്ന് ദൈവമക്കളാക്കി നമ്മെ മാറ്റിക്കൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറച്ച പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യം, പുത്രനായ യേശുവിൻ്റെ ബലിയുടെ യോഗ്യത നമ്മിലേക്ക് പരിശുദ്ധാത്മാവിനെ നിറച്ചു തന്നു. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ട്. ഞാൻ ഒന്ന് ചോദിക്കുകയാണ്, എത്ര പേർക്ക് ഈ ബോധ്യമുണ്ട്? ഒരറിവല്ല അച്ഛൻ ചോദിക്കുന്ന, ഈ ഒരു ബോധ്യമുണ്ട്, പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വചനത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ? നമ്മളിന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങൾ നമ്മൾ ഓരോരുത്തരും. എന്നാൽ വീണ്ടും ഒരു ചോദ്യം, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ക്രിസ്ത്യാനി ആണ് ഞാനും നീയുമെങ്കിൽ എന്നിലും നിന്നിലും എന്തെങ്കിലും ഒരു ഡിഫറൻസ്, ഒരു വ്യത്യസ്തത നമുക്ക് തോന്നാറുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു ദ്രാവകം അല്ലെങ്കിൽ ഒരു സാന്നിധ്യം ഉള്ളിലുണ്ടാകുമ്പോൾ അതിൻ്റെ സ്വഭാവം ശരീരം കാണിക്കും. പരിശുദ്ധാത്മാവ് നമ്മിൽ നിറഞ്ഞിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ, ഇതുപോലെ ദാഹത്തോടെ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റമുണ്ടോ? ഈ ഒരു മാറ്റം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഈ ഒരു മാറ്റം നമുക്ക് സ്വന്തമാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? നാളെ പുസ്തകത്തിൽ വായിച്ച സംഭവം ഞാൻ ഓർക്കുക. ഒരു ചെറിയൊരു കഥ പോലെ. അവിടെ ഇങ്ങനെ പറയുന്നത്, ഈജിപ്തിൽ ഒത്തിരി പിരമിഡുകളുണ്ട്. അവിടുത്തെ ഫറവോ രാജാക്കന്മാരെയൊക്കെ അടക്കിയ ശവകുടീരങ്ങൾ. 5000 വർഷം പഴക്കമുള്ള ഒരു പിരമിഡ് പൊളിച്ചു. 5000 വർഷം പഴക്കം. ആ പിരമിഡ് പൊളിച്ചപ്പോൾ ആ അടക്കപ്പെട്ട ശരീരത്തോടൊപ്പം കുറേ ധാന്യമണികൾ, ഗോതമ്പ് മണികളൊക്കെ പാത്രത്തിൽ എടുത്തു വച്ചിട്ടുണ്ട്. 5000 വർഷം പഴക്കമുള്ള ഈ പിരമിഡ് പൊളിച്ചപ്പോൾ അതിനോട് ചേർത്ത് വച്ചിരിക്കുന്ന ധാന്യമണികൾ, ഗോതമ്പ് മണികൾ ഒരു അനക്കവും തട്ടാതെ, ഒരു മാറ്റവും സംഭവിക്കാതെ അതേപടി ഇരിക്കുകയാണ്. എന്താ സംഭവം?
അതിന് വേണ്ട അനുകൂലമായ സാഹചര്യങ്ങൾ കിട്ടിയില്ല. എന്നൊന്ന് ഓർത്ത് നോക്കിക്കേ, അനുകൂലമായ സാഹചര്യങ്ങൾ ഈ ഗോതമ്പ് മണി കിട്ടി, അതിന് നല്ല നിലം കിട്ടി, വേണ്ട പോലെ വെള്ളം ഒഴിച്ച് കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഗോതമ്പ് മണി അത് മുളയെടുത്ത്, അത് വളർന്ന്, അത് കതിരിട്ട്, അത് ധാന്യം പുറപ്പെടുവിച്ചേനെ. ഒന്നോർത്തേക്ക്, ഇത്രമാത്രം ഗോതമ്പ് മണികൾ 5000 വർഷം മുമ്പ് ഇതുപോലെ അനുകൂലമായ സാഹചര്യങ്ങൾ കൊടുത്ത് വളർത്തിയിരുന്നെങ്കിൽ ഇന്ന് എന്തുമാത്രം ധാന്യങ്ങൾ കൊണ്ട് നിറയപ്പെടുമായിരുന്നു. ഇതുപോലെയാണ് പലപ്പോഴും നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അവസ്ഥയെന്ന് പറയാറുണ്ട്. അതായത് ഇപ്പം അച്ഛൻ 50 വയസ്സായി. ഈ 50 വർഷങ്ങളായിട്ട് പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു ആലയമായ എൻ്റെ ഉള്ള് ഒരു ശവകുടീരം പോലെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ ആണോ അല്ലയോ? ഞാനും ചിന്തിക്കണം, നീ ചിന്തിക്കണം. അതുകൊണ്ടാണ് തിമോത്തിയോസിനോട് പൗലോസ്ലീഹ പറയുന്നത്, എൻ്റെ കൈവയ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജ്വലിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, നമ്മുടെ ത്യാഗപ്രവർത്തികൾ കൊണ്ട്, നമ്മുടെ വിശുദ്ധ ജീവിതം കൊണ്ട്, നമ്മുടെ വചനത്തോടുള്ള ബന്ധം കൊണ്ട്, കൂദാശകളിലൂടെ നമ്മൾ ജ്വലിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട എൻ്റെ ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് നമ്മിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ആരംഭിക്കും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ പന്തക്കുസ്ത തിരുനാളായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മൾ ആരും കരുതരുത് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ഇറങ്ങി വരണമെന്ന്. പക്ഷേ എന്താണ് നമ്മൾ സംഭവിക്കേണ്ടത്? ഈ പന്തക്കുസ്ത ദിനത്തിൽ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മിൽ നിറയ്ക്കണം, വീണ്ടും ജ്വലിപ്പിക്കണം. നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ വികാരങ്ങളിൽ, എൻ്റെ പൗരോഹിത്യത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, പഠനത്തിൽ, ജോലിയിൽ, ബിസിനസ്സിൽ, ആരോഗ്യ മേഖലയിൽ, സകലമാന മേഖലകളിലും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധാത്മാവ് നിറയപ്പെടാനും, പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കാനും, പരിശുദ്ധാത്മാവ് തൻ്റെ ശക്തി നമ്മിൽ പ്രകടമാക്കാനും, നമ്മൾ ആദ്യം കേട്ട പോലെ പരിശുദ്ധാത്മാവ് നമ്മിലും, നമ്മുടെ കുടുംബത്തിലും, സഭയിലും, ലോകം മുഴുവനിലും ശക്തമായിട്ട് നിറയപ്പെടാനും നമ്മൾ ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനോട് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ സംസാരിക്കാറുണ്ടോ? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, കൂടെ വസിക്കുന്നവൻ. അവൻ നിങ്ങളുടെ കൂടെ വസിക്കും, അവൻ നിങ്ങളെ സഹായിക്കും. അവൻ ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. എത്ര മക്കള് ഈ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനോട് വ്യക്തിപരമായ ഒരു ബന്ധത്തിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട്? എങ്ങനെ? പരിശുദ്ധാത്മാവേ, ഐ ലവ് യു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഐ നീഡ് യു, എനിക്ക് അങ്ങയെ വേണം. പരിശുദ്ധാത്മാവേ, എന്നെ നിയന്ത്രിക്കുക. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ലുത്തിനിയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണമേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ എന്നെ നിയന്ത്രിക്കണമേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ എന്നെ ശക്തീകരിക്കണമേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ വരദാന ഫലങ്ങൾ കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മെ നിറച്ചെടുക്കുന്ന വലിയൊരു അഭിഷേകമാണ് പ്രിയപ്പെട്ട മക്കളെ ഈ സമയത്ത് നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും സംഭവിക്കേണ്ടത്. അതുകൊണ്ട് ഈശോ നിക്കോദേമോസിനോട് പറഞ്ഞു, വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട്, മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിനാൽ നീ വീണ്ടും ജനിക്കണം. എന്നിട്ട് ഈശോ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന, നിയന്ത്രിക്കപ്പെടുന്ന മക്കൾ. അതിനെക്കുറിച്ച് ഈശോ ഇങ്ങനെ പറയുന്നത്, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അത് എവിടെ നിന്നും വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ ആരും അറിയുന്നില്ല. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന മക്കൾ. കാറ്റ് അതെവിടെ നിന്ന് വരുന്നത്? നോബഡി നോസ്, ആർക്കും അറിയത്തില്ല. എങ്ങോട്ടാ പോണേ? ആരും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെങ്കിൽ നമുക്കൊരിക്കലും ഇന്ന് നാളെ എങ്ങോട്ട് എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. കാരണം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന്, നിമന്ത്രണത്തിന് വിട്ടുകൊടുത്ത മക്കളാണെങ്കിൽ പരിശുദ്ധാത്മാവ് നയിക്കും. എങ്ങോട്ടെങ്കിലും പരിശുദ്ധാത്മാവിന് ഇഷ്ടമനുസരിച്ച്. അത്രമാത്രം പരിശുദ്ധാത്മാവിന് സമർപ്പിക്കപ്പെട്ട മക്കളായിട്ട് നമ്മൾ മാറണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാൻ, പരിശുദ്ധാത്മാവുമായിട്ട് നമുക്ക് വ്യക്തമായിട്ട്
ശക്തമായ ഒരു വ്യക്തിബന്ധം, ഒരു വ്യക്തിപരമായ ബന്ധം നമുക്ക് വേണം. പരിശുദ്ധാത്മാവിനോട് നമ്മൾ സംസാരിക്കണം. പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കണം. നമ്മുടെ പിടുത്തങ്ങളും നമ്മുടെ ആകുലതകളും നമ്മുടെ ഉത്കണ്ഠകളും നമ്മുടെ നിരാശയും നമ്മുടെ ഭയവും എല്ലാം പരിശുദ്ധാത്മാവിന് കൊടുത്തിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പന്തക്കുസ്തായുടെ വലിയ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരും. നമുക്കറിയാം, സ്ലീഹന്മാർ ഒത്തിരി പേടിച്ച് വിറച്ചിരുന്നവർ, ഒത്തിരി തിരസ്കരിക്കപ്പെട്ട പോലെ ആയിരുന്നവരും, എന്നാൽ പരിശുദ്ധാത്മാവ് അവരിൽ നിറഞ്ഞപ്പോൾ അവർ ശക്തി പ്രാപിച്ചു. വചനം അവരിൽ ഉറപ്പിക്കപ്പെട്ടു. ഭയങ്കര ധൈര്യം. വചനം ഓർമ്മപ്പെടുത്തുമെന്ന് പറഞ്ഞ ആ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെട്ടു. എല്ലാ കാര്യങ്ങളും അവരെ പഠിപ്പിച്ചു. ബാക്കി പ്രവർത്തനങ്ങൾ നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ അതിശക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു സത്യം നമ്മിൽ സംഭവിക്കണം. ഈ ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ സംഭവിക്കണം. ഈ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം, സ്വഭാവത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 20-ഉം 21-ഉം തിരുവചനങ്ങൾ നമ്മളത് ശ്രദ്ധിച്ച് ഈ സമയത്തൊന്ന് ധ്യാനിക്കണം. അവിടെ കർത്താവ് പറയാണ്, ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. ശ്രദ്ധിച്ചേ, ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. അത് അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നു. അത് അവനെ അശുദ്ധനാക്കുന്നു. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കണം, പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കണം, പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തണം, പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയപ്പെട്ട് നമ്മെ ഏറ്റെടുക്കണം. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ. ഇന്ന് ഈ പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ ദിവസങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിനെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ഈ നിങ്ങൾ വായിക്കണം. ആ വചനഭാഗം: ദുശ്ചിന്ത, പരസംഗം, മോഷണം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, മദ്യപാനം, അഹങ്കാരം, മൂഢത. ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആര് വസിക്കുന്നു? എന്ത് വസിക്കുന്നു? തിന്മ വസിക്കുന്നു, സാത്താൻ വസിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവാണ് ഈ പറഞ്ഞപ്പോൾ ആദ്യം കേട്ട പോലെ നമ്മിൽ നിറഞ്ഞിരിക്കുന്നതെങ്കിൽ എന്തേ വരും മക്കളെ? സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിനയം, സൗമ്യത, ആത്മസംയമനം, സന്തോഷം, സമാധാനം, വിശുദ്ധി, ധൈര്യം. ഇതൊക്കെ വരത്തുള്ളൂ. കാരണം എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഞാൻ നിറയപ്പെട്ടിരിക്കുക. അപ്പം അതുകൊണ്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറയണം, വേണ്ടാത്തതൊന്നും നിറയരുത്. ഇനി ഇന്നെൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു ചിന്ത: എങ്ങനെയാണ് ഈ ദുഷ്ടതയും ഈ വഞ്ചനയും ഈ ഭോഗാസക്തിയും ഈ അസൂയയും ഒക്കെ നമ്മിലേക്ക് കടന്നു വന്നത്? ഉള്ളിലേക്ക് വന്നത് എങ്ങനെയാണ്? അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. പ്രത്യേകിച്ച് ഈ 2020 പന്തക്കുസ്ത തിരുനാളിനു വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ഒരു വലിയ പരിവർത്തനം, ഒരു വലിയ മാറ്റം നമ്മിൽ സംഭവിക്കണം. ഉള്ളിൽ വസിക്കേണ്ടവൻ ഉള്ളിൽ വസിക്കണം. ഉള്ളിൽ വസിക്കാൻ പാടില്ലാത്തവനെ ഉള്ളിൽ നിന്ന് പുറത്താക്കണം. ഉള്ളിൽ വസിക്കേണ്ടവനെ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിറയ്ക്കണം. അപ്പോൾ ഈ പറഞ്ഞ ഉള്ളിൽ നിന്ന് വരുന്ന ദുഷ്ടതയും ഈ പറഞ്ഞ ജഡത്തിൻ്റെ ഒരു കാര്യങ്ങളും വരത്തില്ല. എങ്ങനെയാ വന്നേ? നമുക്കറിയാം, ജന്മപാപത്തിലൂടെ നമ്മുടെ ഒത്തിരി മേഖലയുണ്ട്. ജന്മപാപത്തിൻ്റെ മേഖല, അതോടൊപ്പം തന്നെ പാരമ്പര്യത്തിലൂടെ, വസിക്കുന്ന മണ്ണിൻ്റെ അവസ്ഥയിലൂടെ, രാജ്യത്തിൻ്റെ അവസ്ഥയിലൂടെ, ദുഷ്ടത, അകൃത്യം, പ്രമാണലംഘനങ്ങൾ ഇതൊക്കെ ചെയ്തു കൂട്ടുന്ന അവസ്ഥയിൽ നിന്ന് ജഡികാസക്തിയോടെ ജനിക്കുന്ന അവസ്ഥയിൽ, മദ്യപാനാസക്തിയിൽ ജനിക്കുന്ന അവസ്ഥയിലൊക്കെ പ്രിയപ്പെട്ട മക്കളെ, ഇതൊക്കെ ഈ ദുഷ്ടതയൊക്കെ നമ്മളിലേക്ക് കടന്നു വരാം, ഈ ആസക്തികളൊക്കെ. അതോടൊപ്പം തന്നെ വേറൊരു വലിയ മേഖലയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട മേഖലയാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മിലേക്ക്, ഉള്ളിലേക്ക് കടന്നു വരും. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എന്താണ്?
നമ്മൾ കാണുന്ന കാര്യങ്ങൾ, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മൾ രുചിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ സ്പർശിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക്, ഉള്ളിലേക്ക് ദുഷ്ടത അല്ലെങ്കിൽ ഈ പറഞ്ഞ മ്ലേച്ഛതകൾ എല്ലാം കൊണ്ടുവരും. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാനും നിയന്ത്രിക്കപ്പെടുവാനും നീ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട മക്കളെ, നമ്മിലേക്ക് ദുഷ്ടത കടന്നു വരുവാൻ സാധ്യതയുള്ള ഒന്നും കാണാതിരിക്കുക, കേൾക്കാതിരിക്കുക, അത് വായിക്കാതിരിക്കുക, അതുമായിട്ട് ബന്ധം പുലർത്താതിരിക്കുക, എങ്കിലേ സാധ്യത. അതാണ് ഈശോ പറഞ്ഞ് വിശുദ്ധ പൗലോസ് പറഞ്ഞുകൊണ്ട്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. നമ്മൾ ജഡിക പ്രവർത്തികൾ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവിനെ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ നിർവീര്യമാക്കുക. ഒരിക്കലും പരിശുദ്ധാത്മാവിനെ നമ്മൾ നിർവീര്യമാക്കരുത്. അതുകൊണ്ട് ഞാൻ പറയും, വേണ്ടാത്ത സിനിമകൾ, വേണ്ടാത്ത സീരിയലുകൾ, വേണ്ടാത്ത മൊബൈൽ ഫോണുകൾ, വേണ്ടാത്ത ബ്ലൂ ഫിലിമുകൾ നിന്നെ ദൈവകൃപയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്ക് അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന വിധം നിന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒന്നും കാണാതിരുന്നാൽ, പ്രിയപ്പെട്ട മക്കളെ, കേൾക്കാതിരുന്നാൽ, അതിനെ സ്പർശിക്കാതിരുന്നാൽ ഈ ദുഷ്ടത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. അത് ഞാനും നീയും ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വലിയ തീരുമാനം നമുക്കെടുക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഏതെല്ലാം മേഖല, ഇപ്പം ഞാൻ പറയാം, ദുരുപയോഗിക്കപ്പെടുന്ന മക്കൾ, ആ മക്കളിലേക്ക് ഒരു ദുഷ്ടത, ഒരു മ്ലേച്ഛത, ഒരു അശുദ്ധി അവരറിയാതെ കടന്നു വരിക. സ്പർശനത്തിൽ ഞാൻ പറഞ്ഞു, സ്പർശനത്തിലൂടെയും ഒക്കെ. അതുകൊണ്ട് ഇത് ഹൃദയത്തിലേക്ക് വന്ന് നിറയുകയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ ഒരു ദുഷ്ടത വന്ന് നിറഞ്ഞാൽ കാലാന്തരത്തിൽ അത് ഒരു പ്രവൃത്തിയായി പുറത്തു വരും. അതാ ഈശോ പറഞ്ഞ, ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന്, ഇത് ഹൃദയത്തിൽ വന്ന് ഈ ദുഷ്ടത, ഈ മ്ലേച്ഛത, ഈ അശുദ്ധി, ഈ പാപത്തിൻ്റെ അവസ്ഥ, ഈ തിന്മ നമ്മുടെ ഉള്ളിൽ വന്ന് നിറഞ്ഞാൽ അത് കാലാന്തരത്തിൽ, അപ്പം തന്നെ വരണമെന്നില്ല, കാലാന്തരത്തിൽ അത് നമ്മുടെ സ്വഭാവത്തിലൂടെ, നമ്മുടെ നോട്ടത്തിലൂടെ, നമ്മുടെ ആസക്തിയിലൂടെ, നമ്മുടെ വ്യക്തിബന്ധത്തിലൂടെ ചില സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ അതിലേക്ക് വീഴുവാനായിട്ട് നമ്മെ ഇടയാക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ പന്തക്കുസ്ത തിരുനാൾ ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ നമ്മൾ ശരിക്കും ഒന്ന് പരിശോധിക്കേണ്ട ഒരു മേഖലയാണ് എൻ്റെ ഉള്ളിൽ ഉള്ള അവസ്ഥകൾ ഏതൊക്കെയാണ്. നമുക്ക് നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് അറിയാൻ പറ്റും. നമ്മുടെ ചായ്ച്ചിൽ, നമ്മുടെ ഒരു ആസക്തിയുടെ മേഖല ഉണ്ടല്ലോ, അതറിഞ്ഞിട്ട് ആ മേഖലകളിൽ കടന്നു വന്ന് ഉള്ളിൽ ഉള്ള വസ്തുക്കളെ അല്ലെങ്കിൽ ഈ സാന്നിധ്യങ്ങളെ, ഈ തിന്മകളെ എടുത്തു മാറ്റിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലുണ്ട്, ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മുടെ ഉള്ള് നിറയ്ക്കണം. ഈ വലിയ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സഭയിൽ സംഭവിക്കും. ഇനി ഞാൻ പറയാം, സഭയിൽ ദൈവത്തിൻ്റെ വചനത്തിന്, പ്രമാണങ്ങൾക്ക്, കൽപ്പനകൾക്ക് നിരക്കാത്ത വിധം എന്തെങ്കിലും കടന്നു വന്നാൽ സഭയുടെ ഉള്ളിലേക്ക്, സഭയുടെ ഹൃദയത്തിലേക്ക് ഒരു തിന്മ കടന്നു വരികയാണ്, ഒരു ദുഷ്ടത കടന്നു വരിക, ഒരു മ്ലേച്ഛത കടന്നു വരിക. അങ്ങനെ കടന്നു വന്നാൽ അത് സഭയിൽ കാലാന്തരത്തിൽ അതിൻ്റെതായ അനന്തര ഫലങ്ങൾ, ദുഷ്ടതയുടെ, തിന്മയുടെ, മ്ലേച്ഛതയുടെ ഫലങ്ങൾ കടന്നു വരും. ഇപ്പം സഭയിൽ ഞാനൊരു വ്യക്തി സഭയുടെ അംഗമാണ്. ഈ സഭയിലായിരിക്കുന്ന ഞാൻ വ്രതബദ്ധമായ ജീവിതം ജീവിക്കാതിരിക്കുമ്പോൾ ആ ദുഷ്ടത, ആ മ്ലേച്ഛത, ആ അവിശ്വാസത എന്നിൽ മാത്രമല്ല എൻ്റെ സഭയിലും ഒരു വേരൂന്നുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ സഭയിൽ പിന്നെ വരുന്ന മക്കൾ അല്ലെങ്കിൽ ആ സഭയിൽ ജീവിക്കുന്ന മക്കളിൽ ഈ ദുഷ്ടതയുടെ വലിയ സ്വാധീനം കടന്നു വരാന്ന്. ഒരു കുടുംബത്തിൽ മദ്യം കയറ്റി വയ്ക്കുമ്പോൾ, ഒരു കുടുംബത്തിൽ അവിഹിത ബന്ധം വച്ചു പുലർത്തുമ്പോൾ, ഒരു കുടുംബത്തിൽ ദാമ്പത്യ അവിശ്വസ്തത കടന്നു വരുമ്പോൾ, ഒരു കുടുംബത്തിൽ തെറ്റായ സ്നേഹബന്ധം കടന്നു വരുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ ഓർക്കണം, ആ കുടുംബത്തിൻ്റെ ഹൃദയത്തിലേക്ക്, പാരമ്പര്യം കഥ പറയാം, ആ കുടുംബത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ദുഷ്ടത കടന്നു വരിക. അത് പിൻതലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ പ്രവൃത്തികൾ കാലാന്തരത്തിൽ ആ കുടുംബത്തിൽ സംഭവിക്കും. ഇന്ന് വലിയ മഹാമാരിയുമായിട്ട് നമ്മൾ മല്ലിടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള, ലോകത്തിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒത്തിരി ദുഷ്ടതകളുടെ, മ്ലേച്ഛതകളുടെ, തിന്മകളുടെ അനന്തര ഫലങ്ങൾ ലോകത്തെ ആക്രമിക്കുമ്പോൾ നാശത്തിലേക്ക്, മരണത്തിലേക്ക്, ഒത്തിരി രോഗപീഠകളിലേക്ക്, തകർച്ചകളിലേക്ക്, സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്
നമ്മളൊക്കെ ശക്തമായിട്ട് ഈ 2020 പന്തക്കുസ്തായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വലിയ ദാഹത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിന് വേണ്ടി പരിശുദ്ധാത്മാവിനാൽ ലോകരാജ്യങ്ങൾ, രാഷ്ട്രീയ അധികാരികൾ, അതുപോലെ എല്ലാ മക്കളും നിറയപ്പെടാൻ, സഭ നിറയപ്പെടാൻ, പൗരോഹിത്യം നിറയപ്പെടാൻ, സന്യാസ ജീവിതങ്ങൾ നിറയപ്പെടാൻ, ക്രിസ്തീയ മക്കൾ നിറയപ്പെടാൻ, നാനാജാതി മതസ്ഥരും പരിശുദ്ധാത്മാവിനാൽ അതുപോലെ നിറയപ്പെടാനായിട്ട് ഇടയാകണം. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ പന്തക്കുസ്ത തിരുനാളിൽ ആ വലിയ ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കണം. ലോകത്തിൻ്റെ ആത്മാവ്, ജഡത്തിൻ്റെ ആത്മാവ്, മറ്റ് അരൂപികൾ വിട്ടുപോയാലാണ് മനുഷ്യ മക്കളിലേക്ക് ദൈവിക ചൈതന്യം കടന്നു വരത്തുള്ളൂ. അല്ലെങ്കിൽ തിന്മയുടെ, മ്ലേച്ഛതയുടെ, വ്യഭിചാരത്തിൻ്റെ, കൊലപാതകത്തിൻ്റെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, ഡൈവോഴ്സിൻ്റെ, അവിഹിത ബന്ധത്തിൻ്റെ, വ്രതബദ്ധമായ ജീവിതങ്ങളിൽ അവിശ്വസ്തത, ഈ ലോകത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒത്തിരി മേഖലകൾ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടം പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ അഭിഷേകം സംഭവിക്കേണ്ട കാലഘട്ടമാണ്. അത്രമാത്രം എളിമയോടും വലിയ ദാഹത്തോടും കൂടി പ്രാർത്ഥിക്കുക. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരിക്കൽ ഒരു പെൺകുട്ടി, അവൾക്ക് ജോലി കിട്ടണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വരും. അങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നു. കുറേ നാളുകൾ വന്നു, ജോലി കിട്ടണില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാ ശനിയാഴ്ചയും എന്ന പോലെ പ്രാർത്ഥനയ്ക്ക് വന്ന് അവസാനം ആ മകൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് പ്രാർത്ഥിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം കാര്യസാധ്യം കിട്ടിക്കഴിഞ്ഞല്ലോ. പിന്നീട് അവൾ ജോലിയുമായിട്ട് അതിൻ്റെ പിന്നാലെ പോയി, അതിൻ്റെ തിരക്കിൽ പോയി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ കുട്ടിയെ വീണ്ടും പ്രാർത്ഥനയ്ക്ക് കാണുകയാണ്. അപ്പോൾ ചോദിച്ചു, എന്താണ് കാര്യം? അങ്ങനെ ചോദിച്ചാൽ വന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കാരണം മറ്റൊന്നുമല്ല, ഈ ജോലി ഭയങ്കര ഭാര, ഈ ജോലി ഞാൻ മടുത്ത്, ഈ ജോലി മാറിയിട്ട് മറ്റൊരു ജോലി എനിക്ക് കിട്ടണം. ജോലി പോയിട്ടൊന്നുമില്ല കേട്ടോ, ഈ ജോലി മടുത്തു. നമുക്കറിയാൻ പറയപ്പെട്ടവരെ, നമ്മുടെ ഏത് ജീവിതവും നമ്മൾ മടുക്കും. ഇപ്പോൾ പൗരോഹിത്യം സാധാരണ പോലെ പോകുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ മടുക്കും, ബോറടിക്കും. കുർബാന ചൊല്ലൽ ഞാൻ ബോറടിക്കും, അനുഭവത്തിൽ എന്ന് പറയാം. ഇപ്പോൾ കുടുംബജീവിതം, ഇപ്പോൾ ജോലി, പഠനം ഒക്കെ ബോറടിക്കും. പക്ഷേ അതിനൊരു പുതിയൊരു അഭിഷേകം ഉണ്ടെങ്കിലോ, ചൈതന്യം ഉണ്ടെങ്കിലോ, ഒരു ശക്തി ഉണ്ടെങ്കിലോ, ആ ഒരു ചൈതന്യത്തിൽ ഒരിക്കലും ബോറടിക്കത്തില്ല. അപ്പോൾ ഈ കുഞ്ഞിന് ജോലി ബോറടിച്ചു. മാത്രമല്ല, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു, എന്നെ മനസ്സിലാക്കണില്ല. ഈ ലോകത്തിൽ ആർക്ക് ആരെ മനസ്സിലാക്കാൻ പറ്റുമോ? നമുക്ക് തന്നെ നമ്മളെ മനസ്സിലാക്കാൻ പറ്റണില്ല, പിന്നെ ആരെ മനസ്സിലാക്കുന്ന പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള പല പരാതികൾ കൊണ്ട് ഈ കുഞ്ഞ് ജോലി മാറിക്കിട്ടണം. അപ്പോൾ കുഞ്ഞുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു തോന്നിയ കാര്യമാണ്, ഈ കുഞ്ഞിന് വേണ്ടത് ജോലി മാറിക്കിട്ടലല്ല, പരിശുദ്ധാത്മാവിനെ ഈ കുഞ്ഞ് സ്വീകരിച്ച്, പരിശുദ്ധാത്മാവിനാൽ ഈ മകൾ നിയന്ത്രിക്കപ്പെട്ട്, പരിശുദ്ധാത്മാവിനാൽ ഈ കുഞ്ഞ് നയിക്കപ്പെടണം, പരിശുദ്ധാത്മാവ് നിറയണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, മോളെ നീ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക, ജോലിയൊക്കെ പോട്ടെ, പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി. ഇപ്പം ഞാൻ ഈ കാര്യം അനേകം മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഭർത്താവിൻ്റെ മദ്യപാനത്തെ ഓർത്ത് വേദനിക്കുന്ന ഭാര്യയുടെ സ്നേഹരാഹിത്യത്തെ ഓർത്തും അമ്മയെ വേദനിപ്പിക്കുന്ന അവസ്ഥയോർത്തും ഒത്തിരിയേറെ സങ്കടപ്പെട്ട് പറയുന്ന ഭർത്താക്കന്മാർ, അല്ലെങ്കിൽ മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ, ഇവരോടൊക്കെ അച്ഛൻ പറയാറുണ്ട്, അതായത് പരിശുദ്ധാത്മാവ് അവരിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ സ്നേഹം, ക്ഷമ, ദയ, നന്മ, സൗമ്യത, ആത്മസംയമനം, ജ്ഞാനം, ബുദ്ധി, വിവേകം, അറിവ്, ഭക്തി, ഇതെല്ലാം നിറയും. ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, ഈ മക്കൾക്ക് മാനസാന്തരം സംഭവിക്കും. ഈ മക്കൾ ദൈവത്തിലേക്ക് എടുക്കും. ഈ മക്കൾ പഠിക്കാൻ തുടങ്ങും, വേണ്ടാത്ത ദുശ്ശീലങ്ങൾ വിടാൻ തുടങ്ങും. പരിശുദ്ധാത്മ വന്നാൽ പിന്നെ പ്രകാശമുള്ള മക്കളെ, അഭിഷേകമല്ലേ, ശക്തിയല്ലേ, ജീവനല്ലേ, എല്ലാം ഉണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് അനേകം മക്കൾ, അത് എളുപ്പമൊന്നുമല്ല. അതിനുവേണ്ടി നമ്മളിതൊക്കെ മാറ്റിക്കണം. അതിൻ്റെ വേദന, നൊമ്പരം, സങ്കടം, പരാതി, പരിഭവം അതൊക്കെ മറക്കണം. എന്നിട്ട് പരിശുദ്ധാത്മാവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഏത് രോഗമാണേലും, ഏത് പ്രതിസന്ധിയാണേലും, ഏത് ജോലി കിട്ടാത്ത അവസ്ഥയാണേലും, ഇനി ജോലി മാറിക്കിട്ടുന്ന അവസ്ഥയാണേലും, ഇതുപോലെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കോ. ഈ ദിവസങ്ങളിൽ വലിയ അത്ഭുതം, വലിയ അടയാളങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ, പരിശുദ്ധാത്മ ശക്തിയിൽ സംഭവിക്കും. അങ്ങനെ ഈ മകൾ വലിയ ദാഹത്തോടെ പ്രാർത്ഥിച്ചോ. മക്കളെ, ഒരു കാര്യം അച്ഛൻ പറയാം, ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാനും, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാനും,
പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാനും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചോ അത് ഈശോ തരും. കാരണം ഈശോയുടെ വലിയ ആഗ്രഹമാണ് തൻ്റെ മക്കൾക്ക് ഇതൊക്കെ തരണമെന്നുള്ളത്. ഈശോ തന്നിരിക്കും, ഒരു സംശയം വേണം. ഈ മകൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അധികം പ്രാർത്ഥിക്കേണ്ടി വന്നില്ല പ്രിയപ്പെട്ട മക്കളെ. അവളിലേക്ക് പരിശുദ്ധാത്മാവ് അങ്ങ് നിറഞ്ഞു. അതിനുശേഷം ജോലിയൊന്നും മാറിക്കിട്ടിയില്ല, അതേ ജോലി തന്നെ ചെയ്യാൻ തുടങ്ങി. പക്ഷേ കുറച്ച് നാൾ ഇപ്പോൾ അവൾ വന്ന് സാക്ഷ്യപ്പെടുത്തിയ കാര്യം ഞാൻ ഓർക്കുക, വലിയ മാറ്റം. ഇവളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. വലിയ ധൈര്യം, വലിയ സന്തോഷം, വലിയ ആനന്ദം, വലിയ സ്നേഹം, വലിയ ക്ഷമ, വലിയ സൗമ്യത, വലിയ ആത്മസംയമനം, മാത്രമല്ല ജ്ഞാനം, ബുദ്ധി, എല്ലാ കാര്യങ്ങളും കൃത്യം ചെയ്യുന്നു. വലിയ ഉണർവ്, വലിയ അഭിഷേകം. ഈ അഭിഷേകത്തിൽ ഈ മകൾ ജോലി, അതേ ഓഫീസ്, അതേ സഹപ്രവർത്തകർ, ഇവരുടെ ഇടയിൽ ഈ മകൾ ജോലി ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം ഇടപെടാൻ തുടങ്ങി. എന്നൊന്ന് ഓർത്തേക്ക്, ക്ഷമയുള്ള ഒരു വ്യക്തി, ഭാര്യയാട്ടോ ഭർത്ത ആരുമാകട്ടെ, ഭയങ്കര സ്നേഹം, എന്തു പറഞ്ഞാലും ക്ഷമിക്കും, സൗമ്യത ഭയങ്കര വലുത്, എല്ലാ കാര്യങ്ങളും കൃത്യം ചെയ്യുന്നു, വലിയ ഉണർവ്. ഇങ്ങനെയുള്ള സാന്നിധ്യമായിട്ട് ഈ മകൾ ഓഫീസിൽ മാറി. എല്ലാ കാര്യങ്ങളും പുതിയ തീരുമാനങ്ങൾ, വലിയ ബുദ്ധിയോട് കൂടി എല്ലാം ചെയ്യുന്നു. ഇത് കഴിഞ്ഞപ്പോൾ ഓഫീസേഴ്സ് ഇവിടെ നോട്ട് ചെയ്യാൻ തുടങ്ങി. സഹപ്രവർത്തകർക്ക് ഇവള് ഭയങ്കര സ്നേഹത്തിൻ്റെ സാന്നിധ്യമായിട്ട് മാറി. ഇവളൊരു ദിവസം കണ്ടില്ലെങ്കിൽ ആളുകൾക്ക് വിഷമം. അവളുടെ പ്രസന്നത, അവളുടെ ആ ഒരു സാന്നിധ്യം, ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അവിടെ എല്ലാവർക്കും ഒഴിവാക്കാനാകാത്ത അവിഭാജ്യ ഘടകമായിട്ട് മാറുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവളിൽ ഭയങ്കര മാറ്റമായി. ആ ഓഫീസിൽ മാറ്റമായി. അവൾക്ക് വലിയ പ്രൊമോഷൻ കിട്ടി. അവൾ വലിയൊരു സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും കടന്നു വരുന്നു. എന്താണ്? പരിശുദ്ധാത്മാവ് ആ മകളിൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവ് ആ മകളെ ഏറ്റെടുത്തു. പരിശുദ്ധാത്മാവ് അവളെ നയിച്ചു, അവളെ നിയന്ത്രിച്ചു. ഇതാ അവൾ എല്ലായിടത്തും നിങ്ങളൊന്ന് സ്വപ്നം കണ്ടു വയ്ക്കേ, നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിരിക്കുന്ന അവസ്ഥ. മനുഷ്യരല്ലടാ മക്കൾ, നമ്മളൊക്കെ കുറവുകളുണ്ട്, ദേഷ്യമുണ്ട്, പോരായ്മകളുണ്ട്. നമുക്കതുകൊണ്ട് ക്ഷമ വേണം, സൗമ്യത വേണം, ആത്മസംയമനം വേണം, സ്നേഹം വേണം, ഇതൊക്കെ വേണം. ഇതൊക്കെ ആർക്ക് തരാം? നമ്മളിതൊന്നുമില്ല. അത് എവിടെ നിന്ന് കിട്ടുന്നത്? ഈ ഉള്ളിൽ അല്ലെങ്കിൽ തേടിപ്പോണ്ട് ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മിൽ നിറഞ്ഞാൽ മതി. നമ്മെ ഏറ്റെടുത്ത് നമ്മെ നിയന്ത്രിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ ഇതൊക്കെ ലഭിക്കാം. അങ്ങനെ ആകുമ്പോൾ തന്നെ വലിയ സന്തോഷമുണ്ട്. കുടുംബ സമാധാനവും കുടുംബ സന്തോഷവും. മക്കൾ വിശുദ്ധ ജീവിക്കും, മക്കൾ പഠിക്കും, ദാമ്പത്യ ബന്ധം ഐക്യപ്പെടും, മാതാപിതാക്കൾ മക്കൾ തമ്മിൽ ബന്ധം ഐക്യപ്പെടും, അമ്മായിമ്മ മരുമകൾ ആ ബന്ധം ഐക്യപ്പെടും. എന്തായിരിക്കും സ്വർഗം? ഇതാണ് പ്രിയപ്പെട്ട മക്കളെ പന്തക്കുസ്തായുടെ അനുഭവം, അല്ലെങ്കിൽ പന്തക്കുസ്തായുടെ അഭിഷേകം. അതുകൊണ്ട് ഈ ഒരു വലിയൊരു അഭിഷേകം കണ്ട് പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ, സമൂഹത്തിൽ, സഭയിൽ. ഇന്ന് സഭയിലൊക്കെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ഒത്തിരിയേറെ മേഖലകളിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നു. ഒത്തിരിയേറെ പേര് മാർപ്പാപ്പനെ കുറ്റം പറയുന്നു, സഭയെ കുറ്റം പറയുന്നു, സന്യാസ ജീവിതത്തെ കുറ്റം പറയുന്നു. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ സന്യാസ ജീവിതത്തെ, പൗരോഹിത്യത്തെ, സമർപ്പണ ജീവിതത്തെ, കന്യാസ്ത്രീമാരെ അടിച്ചാക്ഷേപിക്കുന്നു. എന്തൊക്കെ പറയുന്നത് പ്രിയപ്പെട്ടവരെ? വെറുതെ പിശാചനെ വിളിച്ച് കയറ്റാതെ പരിശുദ്ധാത്മാവിനെ അഭിഷേകത്തോടു കൂടി വിളിച്ച് പ്രാർത്ഥിക്കും. നമ്മളാരെയും കുറ്റം പറയണ്ട, നമ്മളാരെയും പഴിക്കണ്ട, നമ്മളാരെയും വിധിക്കണ്ട, നമ്മളാരെയും ഇതൊക്കെ ചെയ്യാൻ. ഇന്ന് ആ ഒരു തലത്തിലേക്ക് ഒരു തിരിച്ചറിവുള്ള മക്കൾ കടന്നു വരട്ടെ. എന്നിട്ട് എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെ ഉപദ്രവിക്കുന്നവർ, നമുക്കെതിരെ പറയുന്നവർ, നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, നമ്മളെ താറടിക്കുന്നവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഒറ്റ കാര്യം, പരിശുദ്ധാത്മാവ് നിറയണം. സഭയിൽ നിറയണം, അധികാരികളിൽ നിറയണം, മാർപ്പാപ്പയിൽ നിറയണം, കർദിനാൾമാരിൽ നിറയണം, കുടുംബത്തിൽ നിറയണം, സന്യാസ ഭവനങ്ങളിൽ നിറയണം, അഭിഷിക്തരിൽ നിറയണം, യുവ മക്കളിൽ നിറയണം. ജനം മുഴുവനിലും ഈ പരിശുദ്ധാത്മാവിൻ്റെ തീ ആളിക്കത്തണം. ആ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. വലിയൊരു മാറ്റം, വലിയൊരു അഭിഷേകത്തിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ സംഭവിക്കണം മക്കളെ. 2020 അതിനുവേണ്ടി ദൈവം നമ്മളെ വിളിക്കുന്നുണ്ട്. ഇത് ദൈവത്തിൻ്റെ മക്കൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഒക്കെ ഉണ്ട്, എവറിത്തിങ് ഈസ് ഗിവൺ. പക്ഷേ അത് കത്തിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം. ഈ അഭിഷേകത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിലുള്ള വളർച്ചയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് തീ പോലെയെന്ന് പറയാം. നമ്മൾ പാട്ടൊക്കെ പാടാറുണ്ടല്ലോ, തീ പോലെ ഇറങ്ങണമേ, അഗ്നി നാവായിട്ട് പടരണമേ. എൻ്റെ മനസ്സിൽ തീ കത്തണം, കത്തിക്കൊണ്ടിരിക്കണം. എന്ത് വേണം മക്കളെ? ഇന്ധനം വേണം. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ
ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഇന്നലത്തെ തീ ഇന്നത്തെ ചാരമാകാം. ഈ അഭിഷേകം, ഈ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഈ അഭിഷേകം പ്രിയപ്പെട്ട മക്കളെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ, ശ്രദ്ധിച്ചില്ലെങ്കിൽ ചാരമായി പോകും, നിർവീര്യമായി പോകും. അതോടൊപ്പം തന്നെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്, കാണരുത്. ഇന്ന് കുറേ മാതാപിതാക്കൾ ലോക്ക്ഡൗൺ സമയത്ത് കുറേ മാതാപിതാക്കൾ വിളിച്ച് കണ്ണീരോടെ പറയാൻ, മക്കൾ മൊബൈലിൻ്റെ പിടിയിലച്ച, ഫുൾ ടൈം മൊബൈലാ, ഗെയിം കളി, വേണ്ടാത്ത സിനിമ കാണൽ, പ്രാർത്ഥിക്കാൻ മനസ്സില്ല. SLC പരീക്ഷ വരുക, ഈ ദിവസങ്ങളിൽ പരീക്ഷ വരുക, പഠിക്കാൻ പറഞ്ഞ അപ്പോൾ ഒച്ചപ്പാട്, ബഹളം, തല്ലിപ്പൊളി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വേണ്ടാത്തവ കാണരുത്. ഇന്ന് ഈ ശുശ്രൂഷയിൽ ഏതെങ്കിലും യുവമക്കൾ മൊബൈലിനോ മറ്റു കാര്യങ്ങൾക്കോ അടിമപ്പെട്ടിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോ മക്കളെ, ഇതൊക്കെ പൈശാചികമായ അടിമത്വത്തിലേക്ക് നമ്മെ നയിക്കും. എന്നാൽ ഈ ഇപ്പോൾ ഒരു ഗെയിം 10 ദിവസം നീ അടുപ്പിച്ച് കളിച്ചാൽ ആ ഗെയിമിൻ്റെ അടിമയാകും. ആ ഗെയിമുകളൊക്കെ തന്നെയും വെടിവെച്ചിടുന്ന, കാർ റേസിങ്, തകർത്തിടുന്ന, നശിപ്പിച്ച് കയറുന്ന, ഇത് ആക്രമണത്തിൻ്റെ മേഖലകളാണ്. അതൊക്കെ തന്നെയും നമ്മുടെ ഉള്ളിലേക്ക്, ഹൃദയത്തിലേക്ക് സാത്താൻ്റെ ദുഷ്ടതയുടെ, ആക്രമണ പ്രവണതയുടെ, നശീകരണത്തിൻ്റെ ഒരു അരൂപിയെ നിക്ഷേപിക്കും. ആ ശക്തി നിറയും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വലിയ തിരിച്ചറിവോടുകൂടി പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വേണ്ടാത്തത് കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പ്രകാശം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ആത്മാവിന് തീ ആളിക്കത്തട്ടെ, ആത്മാവ് നിയന്ത്രണം ഏറ്റെടുക്കട്ടെ, ആത്മാവ് ശക്തി നിറയ്ക്കട്ടെ. അപ്പോൾ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ട മക്കളെ നമ്മയും നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും വിട്ടുമാറിയിരിക്കും. ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരവസ്ഥ കൂടി ഇന്ന് പറയാൻ ഈശോ പറയുന്നുണ്ട്. ജെറമ്യാ പ്രവാചന പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനം. അവിടെ വചനം ഇതാണ്: നിങ്ങൾ അനുസരിക്കാതിരിക്കുമ്പോൾ, നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി എൻ്റെ ആത്മാവ് രഹസ്യത്തിൽ കരയും. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട് മക്കളെ. നമ്മൾ അനുസരിക്കാതിരിക്കുമ്പോൾ അത് അഹങ്കാരം. ദൈവത്തെ അനുസരിക്കുന്നില്ല, വചനം അനുസരിക്കുന്നില്ല. അങ്ങനെ അഹങ്കാരത്തെ ചൊല്ലി ദൈവത്തിൻ്റെ ആത്മാവ് രഹസ്യത്തിൽ എവിടെ ഇരുന്ന്? ഉള്ളിലിരുന്ന്. എൻ്റെയും നിൻ്റെയും ഉള്ളിൽ, ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ അവസ്ഥയിൽ ഉള്ളിലിരുന്ന് രഹസ്യത്തിൽ കരയും. വീണ്ടും പറയാണ്, തൻ്റെ അജഗണത്തെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകിയാൽ ഞാൻ ഉള്ളുരുകിക്കരയും, കണ്ണീര് ധാരധാരയായി ഒഴുകും. ആരുടെ കണ്ണീരാ മക്കളെ? പരിശുദ്ധാത്മാവിൻ്റെ കണ്ണീര്. നമ്മുടെയൊക്കെ ഉള്ളിൽ ശരിക്കും നോക്കിക്കോ, പരിശുദ്ധാത്മാവ് ഉള്ളിലിരുന്ന് ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. മരണം വരെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന കാലം മുഴുവനും നമ്മെ വിട്ടുപിരിയാൻ പറ്റാത്ത വിധം മാമോദീസായിലൂടെ നമ്മിൽ കയറി വാസമുറപ്പിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പാപം ചെയ്ത്, അനുസരണക്കേട് കാണിച്ച്, അഹങ്കരിച്ച്, ഈ ജഡിക കാര്യങ്ങൾ ചെയ്ത്, കണ്ട്, കേട്ട്, അനുഭവിച്ച്, സ്പർശിച്ച്, മദ്യപിച്ച്, സുഖിച്ച് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ കരയിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പരിശുദ്ധാത്മാവിനോട് മാപ്പ് ചോദിക്കണം. പരിശുദ്ധാത്മാവിനോട് എളിമയോടുകൂടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെ, തെറ്റിപ്പോയ മേഖലകൾ, നമ്മുടെ കൂടെ വസിക്കുന്ന ഏറ്റവും വലിയ സ്നേഹിതനാണ് പ്രിയപ്പെട്ട മക്കളെ. നമ്മുടെ കൂടെ വസിക്കുന്ന സഹായകനാണ്, നമുക്കെല്ലാം തരാൻ കഴിവുള്ളവരാണ്. ഈ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ മറന്ന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് നമുക്ക് പരിശുദ്ധാത്മാവിനോട് മാപ്പ് ചോദിക്കാം. പരിശുദ്ധാത്മാവെ, ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അങ്ങയെ അവഗണിച്ചു, അങ്ങയെ കരയിപ്പിച്ചു, അങ്ങയുടെ കണ്ണീര് ഒത്തിരി വീഴ്ത്തിയിട്ടുണ്ട്. നമ്മൾ ഓർത്തൊക്കെ ഒത്തിരി പരിശുദ്ധാത്മാവിൻ്റെ കണ്ണീര് ഈ വചനമനുസരിച്ച് നമ്മുടെ ഉള്ളിൽ വീഴ്ത്തിയിട്ടുണ്ട്. അതിനെല്ലാം ഓർത്ത് നമുക്ക് പരിശുദ്ധാത്മാവിനോട് മാപ്പ് ചോദിക്കാം. പ്രിയപ്പെട്ട മക്കളെ, വലിയ അഭിഷേകം പരിശുദ്ധാത്മാവ് നമ്മിൽ നിറച്ചു തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മെ ഒറ്റപ്പെടുത്തി അനാഥരാക്കി വിടുന്ന സാന്നിധ്യമല്ല പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ ശക്തിപ്പെടുത്തുന്ന, നമുക്ക് ജീവൻ തരുന്ന, വീണ്ടും ഒരു പുതിയ അഭിഷേകത്തിൽ പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്ന, പുതിയ വ്യക്തിയാക്കി മാറ്റുന്ന അഭിഷേകമാണ്. അതുകൊണ്ട് കേട്ട വചനങ്ങളൊക്കെ വെച്ച് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, സഭയെ, പാരമ്പര്യത്തെ, പൗരോഹിത്യത്തെ, സമർപ്പണ ജീവിതത്തെയൊക്കെ ശരിക്കും ഒന്ന് പരിശോധിക്കാം. തിരുത്തേണ്ട മേഖലകളിൽ നമുക്ക് എളിമപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കരുണ, കർത്താവിൻ്റെ ജീവൻ്റെ സമൃദ്ധി, കർത്താവിൻ്റെ ശക്തിയുടെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ദൈവം നമുക്ക് നൽകുന്ന ഈ പന്തക്കുസ്ത തിരുനാളിൽ നമുക്ക് ലോകം മുഴുവനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരി മക്കൾ വേദനിക്കുന്നുണ്ട്,
രോഗത്തിൻ്റെ പിടിയിൽ, ജോലി നഷ്ടപ്പെട്ട ഒത്തിരി മക്കൾ, സാമ്പത്തിക മേഖലയിൽ വേദനിക്കുന്ന മക്കൾ, ഇനിയിപ്പോൾ ലോൺ അടയ്ക്കേണ്ട സമയം വരുന്നു, ലോൺ എടുത്ത മക്കൾ, പഠന മേഖലയിൽ ഒത്തിരി വേദനിക്കുന്ന മക്കൾ, പല സ്ഥലത്തും ലോക്ക്ഡൗണായിട്ട് കിടക്കുന്ന മക്കൾ, ഇന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അനേകം മക്കളെ വിളിക്കുന്ന അച്ഛാ കോവിഡ് പോസിറ്റീവാണ്, മക്കളുണ്ട്. അങ്ങനെ ജോലി മേഖലയിലൊക്കെ വേദനിക്കുന്ന ഒത്തിരി മക്കൾ, എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം നമ്മിലും നമ്മുടെ കുടുംബത്തിലും ലോകം മുഴുവനിലും സഭയിലും നിറയപ്പെടുവാൻ ഇടയാകട്ടെ. ഒരുമയോടെ ഏക മനസ്സോടെ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശ്ലീഹന്മാർ നമ്മുടെ കൂടെയുണ്ട്, സ്വർഗം മുഴുവനും നമ്മുടെ കൂടെയുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നമ്മുടെ കൂടെ വസിക്കുവാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നു. ഒറ്റ കാര്യം മക്കളെ, അമ്മയോട് ചേർന്ന് ഏക മനസ്സോടെ പരാതിയില്ലാതെ, പരിഭവമില്ലാതെ, നിരാശയില്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. നമുക്കൊരു നിമിഷം എളിമയോടുകൂടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും കണ്ണുകളടയ്ക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം തന്നെ മക്കളെ അതിയായി സ്നേഹിക്കുന്നുണ്ട്. നമുക്കെന്താണോ വേണ്ടത് അത് അറിഞ്ഞു തരുവാൻ അവിടത്തേക്ക് മനസ്സുണ്ട്. മനസ്സുള്ള കർത്താവാണ് നമ്മുടെ ദൈവം. നമ്മുടെ വേദനകൾ, നമ്മുടെ രോഗപീഠകൾ, മക്കളെ ഓർത്തുള്ള നൊമ്പരങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട അവസ്ഥ അനുസരിക്കാത്ത മക്കൾ, പ്രാർത്ഥിക്കാത്ത മക്കൾ, ഫുൾ ടൈം മൊബൈലിന് അടിമത്തത്തിൽ പെട്ടുപോയ മക്കൾ, കുടുംബജീവിതത്തിലെ ഒത്തിരി പ്രതിസന്ധികൾ, വിവാഹ ജീവിതത്തിലെ പ്രതിസന്ധികൾ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കരുണ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ നമ്മിലേക്ക് ചൊരിയപ്പെടുന്ന ഈ പന്തക്കുസ്തായുടെ ഈ പുണ്യദിനങ്ങളിൽ കർത്താവെ അവിടുത്തെ ശക്തി ഞങ്ങളിൽ പ്രകടമാക്കണമേ. നല്ല ഈശോയെ, അങ്ങയുടെ നാമത്തിൽ അങ്ങനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൽ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞങ്ങളെല്ലാവരെയും ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വചനങ്ങളും അങ്ങ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്ന ബോധ്യങ്ങളും ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഉപേക്ഷിക്കേണ്ടവയെ ഉപേക്ഷിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതമാക്കി മാറ്റുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ലോകം മുഴുവനെ സമർപ്പിക്കുന്നു. വേദനിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. കർത്താവ് എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ യുവമക്കളെ സമർപ്പിക്കുന്നു. കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു. വലിയ അഭിഷേകത്തിൽ ഈ പന്തക്കുസ്താ തിരുനാളിൽ ഈ ദിവസങ്ങളിൽ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് കർത്താവെ അങ്ങേ തിരുഹൃദയത്തിലേക്ക് അങ്ങയുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ എല്ലാ മക്കളും നിറയപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാ മക്കളെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പന്തക്കുസ്താ തിരുനാളിന് വേണ്ടി പ്രാർത്ഥനയോടെ നമുക്ക് ഒരുങ്ങാം, നമ്മെ ഒരുക്കാം. പറഞ്ഞ പോലെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ, നമ്മെ നിയന്ത്രിക്കട്ടെ, നമ്മെ ഏറ്റെടുക്കട്ടെ, നമ്മെ സ്വന്തമാക്കട്ടെ. ആമേൻ.